പാർട്ടികൾ ഇന്ന് ബംഗളൂരുവിൽ ഇറങ്ങുന്നു. സി ജെ പിയുടെ പ്രതിഷേധം ഇന്ന് ബംഗളൂരുവിലാണ്. ഫ്രീഡം പാർക്കിൽ ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് പ്രതിഷേധം. പ്രകാശ് രാജ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് ആവശ്യം. സായികുമാറുണ്ട്. സായികുമാർ, ജന്തർ മന്ദിറിൽ നടന്ന പ്രതിഷേധത്തിന് ശേഷം മറ്റൊരു നഗരത്തിൽ നടക്കുന്ന വലിയ പ്രതിഷേധമായി മാറുമോ ഇന്നിപ്പോൾ CJPയുടെ പ്രതിഷേധം? അഭിജിത് ദീപ് കെ ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ടോ? പ്രകാശ് രാജിനെ പോലുള്ള സെലിബ്രിറ്റികൾ വരുമ്പോൾ സ്വാഭാവികമായും പ്രതിഷേധത്തിന് കൂടുതൽ ആൾ വരാനുള്ള സാധ്യതയുണ്ടോ സായി? തീർച്ചയായും ഡോക്ടർ അരുൺകുമാർ, ഇന്ന് ഇതുവരെ കണ്ടതിൽ വെച്ച് വലിയൊരു പ്രതിഷേധം തന്നെ നടക്കും എന്നാണ് CJPയുടെ അംഗങ്ങൾ, നേതാക്കൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കുന്ന. അഭിജിത് ദീപ് കെ അടക്കമുള്ള നേതാക്കൾ പങ്കെടുക്കും. അതിൽ ഏറ്റവും പ്രധാനം പ്രകാശ് രാജ് അടക്കമുള്ള സിനിമാ താരങ്ങളുടെ പങ്കാളിത്തം കൂടി ഇന്നത്തെ പ്രതിഷേധത്തിന്റെ ഭാഗമായി നടക്കും എന്നാണ്. അതോടൊപ്പം തന്നെ അവർ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം CJPയുടെ ഭാവി പ്രവർത്തനങ്ങൾ, ഭാവി സമര പരിപാടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു പ്രഖ്യാപനം കൂടി ഇന്ന് ബംഗളൂരുവിലെ സമരവേദിയിൽ വെച്ച് ഉണ്ടാകും എന്നാണ്. വൈകിട്ട് 4 മണിക്ക് ഫ്രീഡം പാർക്കിൽ വെച്ചാണ് പ്രതിഷേധം. കർണാടകയിൽ മറ്റ് പൊതുസ്ഥലങ്ങളിലൊന്നും പ്രതിഷേധം നടത്താൻ അനുമതിയില്ല. നേരത്തെ മനുഷ്യച്ചങ്ങലയടക്കം അവർ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും പോലീസ് അനുമതി നൽകാത്തതിനെ തുടർന്ന് അത് ഉപേക്ഷിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ഫ്രീഡം പാർക്കിൽ മാത്രമാണ് അനുമതി നൽകിയിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്ക് പോയാൽ കർശന നടപടിയെടുക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട്. നേരത്തെ ലക്നൗ, അമൃത്സർ, ജന്തർ മന്ദിർ എന്നിവിടങ്ങളിലൊക്കെ വലിയൊരു ആൾക്കൂട്ടത്തെ ഈ സമരവേദിയിലേക്ക് എത്തിക്കാൻ CJPക്ക് കഴിഞ്ഞിരുന്നു. അതിലൊക്കെ എത്തിയതിനേക്കാൾ വലിയൊരു പങ്കാളിത്തം ഇന്നത്തെ സമരവേദിയിൽ ഉണ്ടാകും എന്നാണ് നേതാക്കൾ അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഒരു അന്ത്യശാസനം ഇവർ കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടുണ്ട്. ജൂൺ 20-നകം അവർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ജൂൺ 20-നകം ഉണ്ടായില്ലെങ്കിൽ ജന്തർ മന്ദിറിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകും എന്ന ഒരു പ്രഖ്യാപനം കൂടി അവർ നടത്തുന്നത് കുറെ കൂടി ശക്തിപ്പെടുത്താനായിരിക്കും ഇന്നത്തെ സമരവേദിയിൽ നേതാക്കൾ ശ്രമിക്കുക. ഡോക്ടർ ഓക്കെ, താങ്ക് യു.